മിക്ക ആളുകൾക്കുള്ള പരാതിയാണ് റോസാച്ചെടിയുടെ മുകളിൽ ഒട്ടും പൂവുണ്ടാവുന്നില്ല. അഥവാ ഉണ്ടാവുകയാണെങ്കിൽ ഒന്നോ രണ്ടോ പൂക്കൾ മാത്രം ഉണ്ടാവും. എനിക്കും ഇതേപോലത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരു വർഷം ആയിട്ടുള്ളൂ റോസ പരിപാലിക്കാൻ തുടങ്ങിയിട്ട്. എനിക്ക് ആദ്യക്കൽക്കൊക്കെ റോസയുടെ മുകളിൽ ഒട്ടും പൂക്കളൊന്നും ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്താലാണ് നമ്മുടെ റോസ നല്ല രീതിയിൽ തന്നെ പൂവിടുക എന്നുള്ളത് ഈ വീഡിയോയിലൂടെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇങ്ങനെ ഉള്ള ചെടീനെ നല്ല രീതിയിൽ തന്നെ പൂക്കളുണ്ടായി കാണുന്നത് വരെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ലോങ് വീഡിയോ ആണ്, എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ഈ വീഡിയോ വാച്ച് ചെയ്യണം കേട്ടോ. അപ്പം നമ്മുടെ പൂക്കളൊക്കെ കഴിഞ്ഞിട്ട് റോസ് ഇതേ ഒരു ലെവലിലായിട്ട് നിൽക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ നല്ലോണം പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ചില റോസുകൾ ചെറുതായിട്ട് ഇങ്ങനെ കരിഞ്ഞ ഇല പോലെയൊക്കെ ആവാനും അതുപോലെ കമ്പ് കരിഞ്ഞ് പോകാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് വീണ്ടും നമുക്ക് നന്നായിട്ട് പൂക്കളുണ്ടാവുന്ന നല്ലൊരു റോസ് പ്ലാന്റ് ആക്കി മാറ്റിയെടുക്കണം. അപ്പോൾ അതിനുള്ള കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമ്മളിതാ ഈ ഒരു ചട്ടി ഇവിടെ നിന്ന് എടുക്കുകയാണ് കേട്ടോ. നമ്മളിവിടെ ഇങ്ങനെ വരിവരിയായിട്ട് നമ്മുടെ റോസ് ഇങ്ങനെ വരിവരിയായിട്ട് നിർത്തിയിട്ടുണ്ട്. പല പല തരത്തിലുള്ള റോസുകളുണ്ട്. ബഡ്ഡിങ് റോസ് ഉണ്ട്, നാടൻ റോസും ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ടെറസിൻ്റെ മുകളിൽ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പച്ചക്കറിയുടെ ഒപ്പം ഞാൻ ഗാർഡനും നമ്മുടെ പൂച്ചെടികളും കൂടിയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനിതിങ്ങനെ ഒരു സൈഡിൽ സെറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഞാൻ ആ റോസ നമ്മുടെ കുറേ റോസകൾ ഇതുപോലെ ഇങ്ങനെ കരിഞ്ഞ ഇലകളൊക്കെ ആവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിനെടുത്ത് മാറ്റി ഒന്ന് നന്നായി ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യം ഇതിൻ്റെ അടിയിൽ വല്ല ചെടികളോ വല്ല പുല്ലുകളോ എന്തെങ്കിലുമൊക്കെ മുളച്ച് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റണം. നമ്മുടെ ഒരു ചട്ടിയിൽ ആ റോസ് ആണെങ്കിൽ ആ റോസ് മാത്രം മതി, വേറെ ചെടികളൊന്നും വേണ്ട. അപ്പോൾ ആദ്യം ആ കാര്യം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ എല്ലാ കൊമ്പുകളും വെട്ടിച്ചെറുതാക്കാം. പൂവ് വിരിഞ്ഞിട്ട് ഉണങ്ങി നിൽക്കുന്നുണ്ട്, അപ്പോൾ അതെല്ലാം വെട്ടിക്കൊടുക്കുക. പിന്നെ കരിഞ്ഞ കൊമ്പുകളുണ്ട് വെച്ചെങ്കിൽ അതെല്ലാം വെട്ടിക്കൊടുക്കാം. അപ്പോൾ നല്ല കുറ്റിയായിട്ട് തന്നെ ഞാൻ ഈ ഒരു റോസിനെ ഞാൻ വെട്ടിക്കൊടുക്കാൻ കേട്ടോ. നല്ല പ്രൂണിങ് ആണ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾക്ക് ഇതിങ്ങനെ കൊമ്പ് വെട്ടുമ്പോൾ ഇച്ചിരി വിഷമമൊക്കെ തോന്നും, ഇത് നശിച്ചു പോകുമോ എന്നൊക്കെ തോന്നും. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. നമ്മൾ എത്രത്തോളം ഇതിനെ നല്ല രീതിയിൽ കമ്പൊക്കെ വെട്ടി ഒതുക്കി ചെറുതാക്കി സെറ്റ് ചെയ്തോ അത് അത്രത്തോളം നല്ല ഭംഗിയിൽ തന്നെ പൊടിച്ച് വന്ന് ഒരുപാട് പൂക്കളുണ്ടാവും കേട്ടോ. അത് നല്ല ഉറപ്പുള്ള കാര്യമാണ്. എൻ്റെ വീഡിയോയിൽ തന്നെ ഇതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം. ഈ വെട്ടിക്കളയുന്ന കൊമ്പ് തന്നെ നമുക്ക് ഇതിൽ കുത്തി കൊടുത്താൽ പൊടിച്ച് വരും കേട്ടോ. ഞാനങ്ങനെ കുറേ കുത്തി കൊടുത്തിട്ടാണ് ഇത്രയും അധികം കൊമ്പുകൾ ഇതിൽ നിറച്ചിങ്ങനെ പൊടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ കരിഞ്ഞ കൊമ്പുകളുണ്ടാവും, അതെല്ലാം നമുക്ക് നല്ല രീതിയിൽ തന്നെ വെട്ടിക്കൊടുത്ത് ഒരു കരിഞ്ഞ കൊമ്പും ഇല്ലാതെ നല്ല സൂപ്പറായിട്ട് തന്നെ ഞാൻ വെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ കമ്പ് വെട്ടിക്കൊടുക്കുന്നത് നാടൻ റോസിൻ്റെയാണ്. ഇത് നമ്മൾ കമ്പ് കൊണ്ടുവന്ന് പിടിപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഈ നാടൻ റോസ് ഇത് 2-3 ചട്ടിയിലുണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ തന്നെ ഈ നാടൻ റോസ ആയ കാരണം നമുക്ക് അത്ര കെയറിങ്ങും കമ്പ് പിടിപ്പിക്കാൻ അത്ര കെയറിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. സിമ്പിളായിട്ട് തന്നെ കുത്തി കൊടുത്താൽ സിമ്പിളായിട്ട് തന്നെ പിടിച്ച് വരും കേട്ടോ. അങ്ങനത്തെ ഒരു നാടൻ റോസിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. പിന്നെ എന്നാലും കമ്പ് പിടിക്കാത്തവർക്ക് ഒരു ട്രിക്ക് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇതിന് ചെയ്തു കൊടുക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മണ്ണൊക്കെ നന്നായിട്ട് കുത്തി ഇളക്കി കൊടുക്കണം. നമ്മൾ ഏത് ചെടിക്കാണെങ്കിലും നല്ല വേരോട്ടം കിട്ടിയാൽ മാത്രമാണ് പൂക്കൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുന്നത്. പൂക്കളായാലും കായ്കൾ വരാനും ഒക്കെ നമ്മളിപ്പോൾ റോസിന് കായ വരില്ല, പക്ഷേ ഇപ്പോൾ കായകൾ ഉണ്ടാവുന്ന ചെടികൾക്ക് കായകൾ വരാനും ഒക്കെ നമ്മൾ ഈ മണ്ണ് ഇങ്ങനെ നന്നായിട്ട് നല്ല വായുസഞ്ചാരമുള്ളതാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് മണ്ണ് കുത്തിയിളക്കി കൊടുക്കണം. ഇനി ഞാൻ രണ്ടാമതായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബഡ്ഡിങ് റോസ എങ്ങനെ കെയർ ചെയ്യണം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ വളങ്ങളൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. ബഡ്ഡിങ് റോസും ഇതേപോലെ തന്നെയാണ്. പൂക്കൾ വിരിഞ്ഞതിന് ശേഷം ആ പൂവ് ഉണ്ടായി കഴിഞ്ഞതിൻ്റെ താഴെയായിട്ട് ഒരു 2 ഇല താഴത്തിൽ വെട്ടിക്കൊടുക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും ആ ഒരു തണ്ടിന് 2 ചെനപ്പ് വന്നിട്ട് വീണ്ടും 2 പൂക്കൾ ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ ബഡ്ഡിങ് റോസക്ക് ആ ഒരു വേസ്റ്റായിട്ട് നിൽക്കുന്ന ആ കുറച്ച് എന്താ പറയുക കമ്പുകൾ നമ്മുടെ ആ വഡ്ഡി ചെയ്തിട്ടുള്ള 2 ചെടികളായിരിക്കുമല്ലോ. അപ്പോൾ അതിൽ ആദ്യത്തെ ആ ഒരു പ്ലാന്റിൻ്റെ ഈ കാട്ടുചെടി എന്നൊക്കെ പറയും. അപ്പോൾ ഇതിന് പൂക്കൾ ഉണ്ടാവാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ അത് നന്നായിട്ട് വളർന്നു വരും. അതിങ്ങനെ നന്നായി വളർന്നു വരുന്നത് മറ്റേ കമ്പുകൾക്ക്, നമ്മുടെ ബഡ്ഡി ചെയ്ത് കൊടുത്തിട്ടുള്ള മറ്റേ കമ്പുകൾക്ക് പൂക്കൾ ഉണ്ടാവാൻ കുറച്ച് വൈകിപ്പോവും. അപ്പോൾ നമ്മൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ വളർന്നു വരുന്ന ഈ ബഡ്ഡി ചെയ്തതിൻ്റെ ആ കമ്പ് നമ്മൾ വെട്ടിക്കൊടുക്കണം. അത് ആ പാഴ്ക്കമ്പ് നമ്മൾ വളരാൻ അനുവദിക്കരുത്. അപ്പോൾ ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു.
പിന്നെ ഞാൻ യൂട്യൂബിലൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ഇതുപോലെ ആ പാഴ്ക്കമ്പ് ഇങ്ങനെ വളർന്നു വന്നിട്ട് അതിൻ്റെ മുകളിൽ വേറെ റോസ വന്നിട്ടുള്ളു, റോസാപ്പൂവ് വിരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു എന്താ പറയുക ബഡ്ഡിങ് റോസയുടെ മുകളിൽ 2 തരത്തിലുള്ള പൂവ് വിരിഞ്ഞിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് നമ്മൾ ചിലപ്പോൾ നല്ല നല്ല റോസയുടെ മുകളിലായിരിക്കും അത് ബഡ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ വരാൻ സാധ്യത കേട്ടോ. അപ്പം നമ്മൾ മിക്കവാറും ഇങ്ങനെ എന്താ പറയുക പൂക്കൾ ഉണ്ടാവാത്ത രീതിയിലുള്ള കാട്ട് റോസകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എനിക്ക് അറിഞ്ഞുകൂടാ, അങ്ങനെയുള്ള സംഭവത്തിലാണ് തോന്നുന്നത് ബഡ്ഡിങ് ചെയ്യാറ്. എന്തായാലും ഞാനത് ആ പാഴായിട്ട് വരുന്ന ആ കമ്പുകൾ വെട്ടിക്കുറുക്കാറാണ് പതിവ്. അത് നിർത്തിക്കഴിഞ്ഞാൽ പൂക്കൾ ഉണ്ടാവൽ വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു വട്ടം റോസ് വിരിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്തായാലും അതിൻ്റെ കമ്പ് വെട്ടിക്കൊടുക്കണം. അപ്പോൾ അതിൽ നിന്ന് 2 ചെനപ്പ് വീതം വരികയും പിന്നെ അതിൽ പൂക്കളും മുട്ടും പൂക്കളൊക്കെ നന്നായിട്ട് വരും കേട്ടോ. പിന്നെ ആ പൂവിന് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല വളങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെ കമ്പ് വെട്ടിക്കൊടുക്കുന്നതിനെ പറ്റിയിട്ട് പറഞ്ഞു. ഇനിയിപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് കൊടുക്കുന്ന വളങ്ങൾ ഏതൊക്കെയാണെന്ന് പരിചയം. പ്രത്യേകിച്ച് കാശ് കൊടുത്ത് മേടിക്കുന്ന ഒരു വളവും ഞാൻ എൻ്റെ റോസക്ക് ഇതുവരെ ചെയ്തിട്ടില്ല. നമ്മുടെ മുട്ടത്തോട് എന്തായാലും നമ്മുടെ റോസക്ക് അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ ഞാനവിടെ മണ്ണ് ചീകി കൊടുക്കുമ്പോൾ കുത്തി കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടതാണ്, അതിൽ ഇഷ്ടം പോലെ മുട്ടത്തോട് കിടക്കുന്നുണ്ട്. മുട്ടത്തോട് പൊടിച്ചിടുന്നത് നല്ലതാണ്, പെട്ടെന്ന് തന്നെ നമ്മുടെ ചെടികൾക്ക് ആവശ്യമായ കാൽസ്യം കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ മുട്ടത്തോട് അങ്ങനെ നല്ല പൊടിയായിട്ട് ഇടാറുണ്ട്. പക്ഷെ എപ്പോഴും ഞാൻ ഇതുപോലെ മുട്ടത്തോട് ഇതുപോലെ ഇങ്ങനെ എടുക്കും. അതങ്ങനെ കഴുകി വൃത്തിയാക്കാറൊന്നുമില്ല കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ഇതേപോലെ പൊടിച്ച് നന്നായിട്ട് പൊടിച്ചിട്ട് അതിൻ്റെ കടക്കലിട്ട് കൊടുക്കാറാണ് പതിവ്. എന്നിട്ടും എൻ്റെ റോസൊക്കെ നന്നായിട്ട് പൂക്കളുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഈ മുട്ടത്തോട് പിന്നെ സവാളുടെ തൊലിയും അതുപോലെ ചായപ്പിണ്ടിയില്ലേ, ചായ കുടിച്ചതിന് ശേഷമുള്ള ആ ഒരു തേയിലയുടെ മഡ്, അപ്പോൾ അതും ഒക്കെ ഉപയോഗിച്ചിട്ട് അത് നന്നായി വെയിലത്തിട്ട് ഉണക്കി നല്ല പൊടിയാക്കി എടുക്കാൻ പറ്റും. മിക്സിയിൽ നന്നായിട്ട് പൊടിച്ച് അത് ഓരോ ടീസ്പൂൺ വീതം ഇതിനിട്ട് കൊടുക്കാം. ഇപ്പം മഴ ആയതുകൊണ്ടൊന്നും അങ്ങനെ ഉണക്കി വെക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അത് ഡയറക്റ്റായിട്ട് തന്നെ ഉള്ളിത്തോടും അതുപോലെ ചായയുടെ മഡും പിന്നെ ഈ മുട്ടത്തോടൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ മണ്ണിളക്കി കൊടുത്തിട്ട് മുട്ടത്തോട് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ആ മണ്ണൊന്ന് ആക്കി കൊടുക്കുക, അത്രേ ചെയ്യേണ്ടുള്ളൂ. പിന്നെ ഈ മുട്ടത്തോട് നന്നായി പൊടിച്ചതിന് ശേഷം നമ്മുടെ വിനീഗർ അതൊരു ടീസ്പൂൺ എടുത്തിട്ട് അതിലേക്ക് മുട്ടത്തോട് ഇട്ട് കൊടുക്കുക, ആ പൊടിച്ചത്. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് നേർപ്പിച്ചിട്ട് നമ്മുടെ ഈ റോസിന് ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് ഇഫക്റ്റ് ആവുമെന്നാണ് പറയുന്നത്. ഞാനിതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. പിന്നെ എൻ്റെ റോസക്ക് ഞാൻ കൊടുക്കാറുള്ള 2 വളങ്ങളുണ്ട്. ഒന്ന് പഴത്തിൻ്റെ തൊലിയാണ് കേട്ടോ. പഴുത്ത പഴത്തിൻ്റെ തൊലിയും അതിനെക്കാട്ടിലും കൂടുതൽ ഇഫക്റ്റ് ആവുന്നത് പച്ചപ്പഴത്തിൻ്റെ തൊലിയാണ് കേട്ടോ. അത് ഉണക്കി പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് തന്നെ ഇങ്ങനെ മണ്ണിളക്കിയിട്ട് പച്ചപ്പഴത്തിന് നമ്മൾ ഒലത്താൻ വീട്ടിലേക്ക് എന്താ പറയുക ഉപ്പേരി വെക്കാനൊക്കെ മേടിക്കുന്ന ആ പച്ചപ്പഴം ഉണ്ടല്ലോ, വായക്ക, അതിൻ്റെ തൊലി നമ്മൾ കളയുമല്ലോ. ചെറിയ പഴത്തിൻ്റെ ഒക്കെ തൊലി കളയുമല്ലോ, വലിയ പഴത്തിന് ചെറുതായിട്ട് കളയും. അപ്പോൾ ആ തൊലിയൊന്നും നമ്മൾ വേസ്റ്റിലിടേണ്ട ആവശ്യമില്ല. റോസൊക്കെ അത് മസ്റ്റാണ്. നന്നായി പൂവുണ്ടാവും. ഈ ഒരു മുട്ടത്തോട് ഇട്ട് കൊടുത്തില്ലെങ്കിലും ഉള്ളിത്തൊണ്ട് ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിലും വേറെ രാസവളങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല. ആ പച്ചപ്പഴത്തിൻ്റെ തൊലി കിട്ടുകയാണെങ്കിൽ അതെന്തായാലും ഇട്ട് കൊടുത്തോട്ടോ. അപ്പോൾ ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മുടെ വീട്ടിൽ പച്ച പഴം മേടിച്ചിട്ട് ഉപ്പേരിയൊക്കെ വെക്കുക. എന്നിട്ട് അതിൻ്റെ ആ തൊലി നമ്മുടെ റോസൊക്കെ ഇട്ട് കൊടുക്കുക. എനിക്ക് 100% റിസൾട്ട് വന്നിട്ടുള്ളതാണ് ഈ വിദ്യകളൊക്കെ കേട്ടോ. ഞാൻ ഇതിനൊന്നും വേണ്ടിയിട്ട് വേറെ കാശൊന്നും ചിലവാക്കാറില്ല. പിന്നെ ഞാൻ നമ്മുടെ കമ്പ് പിടിപ്പിക്കുന്നതാണ് കാണിച്ചു തരുന്നത്. അതിൻ്റെ ഒപ്പം ഞാൻ കൊടുക്കുന്ന വേറൊരു വളം കൂടി പറയുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ അത് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല, ഇങ്ങനെ പറയുക മാത്രമാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കമ്പ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. ചെറിയൊരു ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. കമ്പ് നമ്മൾക്ക് പൊടിച്ചു വന്നതിന് ശേഷം വലിയ ചട്ടിയിലേക്ക് മാറ്റാം. ഡ്രെയിനേജ് ഹോൾ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉരുളൻ കല്ലുകൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഈ ഒരു ചകിരിയില്ലേ, നമ്മൾ ചകിരിയുടെ മുകളിൽ നിന്ന് പറിച്ചെടുത്തതാണ് ചകിരി അത് നമ്മൾ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ഇട്ട് കൊടുക്കണുള്ളൂ. ഇനി ഫുള്ള് മണ്ണാണ് ഇട്ട് കൊടുക്കുന്നത്. കമ്പോസ്റ്റും മണ്ണും കൂടിയിട്ട് മിക്സ് ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ വേറൊരു ചെടി വളർന്നത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു ചാക്കിലുണ്ടായിരുന്ന മണ്ണാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇത് നല്ല നനഞ്ഞിരിക്കുകയാണ്, മഴ ആയതുകൊണ്ട് നന്നായിട്ട് നനഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്കാണ് നമ്മൾ കമ്പ് പിടിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ടാണ് കമ്പ് പിടിപ്പിക്കുന്നത്. ഞാൻ പിടിപ്പിക്കാൻ പോകുന്ന കമ്പിൻ്റെ അടിഭാഗം ഒന്ന് ചെരിച്ച് വെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ഇനി ഞാനൊരു റൂട്ടിംഗ് ഹോർമോണൊന്നും ഉപയോഗിക്കുന്നില്ല. നമുക്ക് വേണമെങ്കിൽ തീരെ പിടിക്കുന്നില്ല എന്നുണ്ടെച്ചെങ്കിൽ എത്ര ട്രൈ ചെയ്തിട്ടും ഇങ്ങനെ കമ്പ് പിടിക്കുന്നില്ല എന്നുള്ളവരാണെങ്കിൽ ഒന്ന് കറ്റാർ വാഴയിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒരു ഒരു 10 മിനിറ്റ് അങ്ങനെ വെക്കുക. കറ്റാർ വാഴ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഇങ്ങനെ കുത്തി വെക്കുക. എന്നിട്ട് അതൊരു 10 മിനിറ്റ് വരെ അങ്ങനെ ഇരുന്നതിന് ശേഷം നമുക്ക് ഇതേപോലെ നട്ടുപിടിപ്പിക്കാം കേട്ടോ. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കുത്തി വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ നല്ല മണ്ണിന് നല്ല നനവുള്ള കാരണം ഞാൻ വേറെ നനച്ചു കൊടുക്കണമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിനെ ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. നമ്മൾ ഈ റോസ കമ്പ് പിടിപ്പിച്ചു എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകണം, അല്ലെങ്കിൽ പിടിക്കില്ല കേട്ടോ. ജസ്റ്റ് നമുക്കിതിനെ ഒന്ന് കവർ ചെയ്തിടാം. ഞാൻ സാധാരണ നമ്മുടെ കുപ്പി ഉപയോഗിച്ചിട്ട് കവർ ചെയ്തിടാറുണ്ട്. ബോഗൺവില്ലയുടെ കമ്പൊക്കെ പിടിപ്പിക്കുന്ന സമയത്ത് പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ട് അതിനെ കമിഴ്ത്തി വെക്കുകയാണ് ചെയ്യാറ്. ഇത് നമ്മൾ ഇതേപോലെ കവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വലിയ പ്ലാസ്റ്റിക്കിൻ്റെ കവർ കൊണ്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് അങ്ങനെ വെച്ചേക്കുക. എന്നിട്ട് ഇതിനൊന്ന് ഒരു തണലത്തേക്ക് മാറ്റി വെക്കുക. ഇനി മഴയും വെയിലും ഒന്നും ഇതിന് തട്ടണ്ട. ഒരു ഷെയ്ഡുള്ള ഭാഗത്തേക്ക്, നല്ല ഇരുട്ടത്ത് കൊണ്ടുപോയി വെക്കരുത്, ഒരു ഷെയ്ഡുള്ള ഭാഗത്തേക്ക് മാറ്റി വെക്കുക. മഴ നനയരുത്, നല്ല വെയിലും കൊള്ളരുത്. എന്നിട്ട് നമ്മൾ ഈ കമ്പ് കുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഇതിൻ്റെ വെള്ളം ഡ്രൈ ആവുന്നത് വരെ, ഈ മണ്ണിലുള്ള വെള്ളം ഡ്രൈ ആവുന്നത് വരെ മറക്കുക. എന്നിട്ട് ഇത് മണ്ണ് ഡ്രൈ ആവുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ആ കവറൊന്ന് മാറ്റിയിട്ട് ഒന്ന് നനച്ചു കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ വെക്കുക. ഒരു 2 ആഴ്ച കൂടുമ്പോൾ ഒന്ന് നനച്ചു കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ തന്നെ കമ്പ് പിടിപ്പിച്ചതാണ് നമ്മുടെ ബോഗൺവില്ല. ഇതിന് ഞാൻ ബോഗൺവില്ല പിടിപ്പിച്ചിട്ട് ഒരു മാസം ആവണേ ഉള്ളൂ. അപ്പത്തിന് നല്ല രീതിയിൽ പിടിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിടിക്കാതെ ഒരു കൊമ്പ് അവിടെ പിണങ്ങി നിൽക്കുന്നുണ്ട്. അയാളെ ഞാൻ വീണ്ടും ആ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ കമിഴ്ത്തി അങ്ങനെ വെച്ചേക്കാണ്. അത് പിടിക്കും, എന്തായാലും പിടിച്ചിരിക്കും. അപ്പോൾ ഇനി നമ്മളെ റിസൾട്ട് നോക്കാം എന്താണെന്നുള്ളതൊക്കെ. അപ്പോൾ ഇതുപോലെ നമ്മൾ കമ്പ് വെട്ടിയതിന് ശേഷം ഇതേപോലെ ചുമന്ന കളറിലാണ് ചെനപ്പ് ആദ്യം വരിക. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് ഇതെന്താണ് ഇതിൻ്റെ ഇലയൊക്കെ മാറിയിട്ട് വരുന്നത്, ഇതെന്ത് സംഭവം, എൻ്റെ ചെടികൾക്ക് വല്ല അസുഖം ഉണ്ടോ എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ആ ഒരു ചുമപ്പ് ഇല വന്നതിന് ശേഷം ഇതേപോലെയുള്ള മുട്ടുകൾ വരും. പിന്നെ നമ്മുടെ ചുമന്ന ഇലകളൊക്കെ പച്ച കളറായിട്ട് മാറും കേട്ടോ. അപ്പോൾ നമുക്ക് മനസ്സിലാവും നല്ല രീതിയിൽ തന്നെ പൂക്കൾ റെഡി ആയിട്ടുണ്ട് എന്നുള്ളത്. മഴക്കാലമൊക്കെ ഒന്ന് ഒതുങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന് സ്ലറി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. സ്ലറി എന്ന് പറഞ്ഞാൽ പച്ചക്കറിയുടെ വേസ്റ്റിൽ നിന്ന് വരുന്ന ആ ഒരു വെള്ളമാണ്. അത് ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ സ്ലറി നമ്മുടെ കഞ്ഞിവെള്ളത്തിൽ പകർത്തിയിട്ട് ഒരു നമ്മുടെ 1 ലിറ്റർ സ്ലറി ഒന്നും വേണ്ട, ഒരു 1/2 ലിറ്റർ സ്ലറി എടുത്തിട്ട് നമ്മൾ എന്താ പറയുക കഞ്ഞിവെള്ളത്തിൽ പകർത്തുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് നേർപ്പിക്കുക. എന്നിട്ട് ഇതിന് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ കണക്കും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ നന്നായിട്ടൊന്ന് നമ്മുടെ ഒരു ചെടിയുടെ ഒരു ഐഡിയ വെച്ചിട്ട് എത്ര ചെടികളുണ്ട് അതിനാവശ്യത്തിനനുസരിച്ചിട്ടുള്ള സ്ലറി എന്ന് പറഞ്ഞാൽ ഒരു 1/2 ഗ്ലാസ്സൊക്കെ എടുത്താൽ മതിയായിരിക്കും. എന്നിട്ട് കഞ്ഞിവെള്ളത്തിലൊരു അര ബക്കറ്റ് കഞ്ഞിവെള്ളത്തിലൊഴിച്ച് അത് ഫുൾ ബക്കറ്റ് വെള്ളം ഒഴിച്ച് നേർപ്പിച്ച് സെറ്റാക്കി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള പൂക്കളാണ് ഉണ്ടായിട്ടുള്ളത്. ഇതാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ള നാടൻ റോസിൽ ഒരെണ്ണം. അപ്പോൾ നമ്മൾക്കിനി എൻ്റെ റോസ ഗാർഡനിലെ പൂക്കളിനൊക്കെ ഒന്ന് കണ്ടാലോ. നമ്മൾ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് കമ്പൊക്കെ വെട്ടി നമ്മുടെ മുട്ടത്തോടൊക്കെ ഇട്ട് കൊടുത്ത് ഇനിയുള്ള വളങ്ങളൊക്കെ നമ്മൾ പയ്യെ ഓരോന്ന് നമുക്ക് നമ്മുടെ കയ്യിൽ വരുന്നതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പച്ചക്കറിയുടെ വേസ്റ്റും നമുക്കിതിൽ കൊടുന്നിടാം. പക്ഷേ വിത്തുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മുളച്ച് വരുമ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി നമ്മൾ അടിയിലുള്ള പുല്ലും ഇതൊക്കെ മാറ്റി കൊടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എല്ലാ റോസിനും ഇങ്ങനെ കെയറിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ പൂവുണ്ടായതൊന്ന് കാണാം. ഇത് നോക്ക്, ഇത് നല്ലൊരു അടിപൊളി റോസയാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ഒരു കമ്പിൻ്റെ മുകളിൽ 3 റോസ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ റോസ ഞാൻ കറക്റ്റായിട്ട് വെട്ടിയിട്ട് ഇതൊരു നമ്മുടെ റോസയുടെ മുകളിൽ നിൽക്കുമ്പോൾ ഒരു 2 ദിവസം കൂടുതൽ നിൽക്കില്ല. അപ്പോൾ ഒരു 2 ആഴ്ച ഇത് നമ്മൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇത് നല്ല രീതിയിൽ കട്ട് ചെയ്തിട്ട് വാടി പോകണേറ്റ് മുന്നേ കട്ട് ചെയ്തിട്ട് നമ്മുടെ വീട്ടിൽ ഫ്ലവർ വേസിൽ കൊണ്ടുവന്ന് വെക്കുക. വെള്ളത്തിൽ വെക്കണം കേട്ടോ. അപ്പോൾ ഒരു 2 ആഴ്ച വരെയൊക്കെ നിൽക്കും. ചില റോസകൾ നമ്മൾ അല്ലി ഒഴിഞ്ഞു പോവും. മറ്റേ ഞാൻ ആദ്യം കാണിച്ച റോസ ഉണ്ടല്ലോ അത് അതിൻ്റെ അല്ലി ഒഴിഞ്ഞൊന്നും പോകില്ല കേട്ടോ. ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇത് വാടേ ചെയ്യുള്ളൂ. പിന്നെ ഇത് വേറെ റോസ, ഓറഞ്ച് കളർ റോസ ഉണ്ട്. പിന്നെ ഇത് നോക്കി, ഇത് നല്ല മണമാണ് കേട്ടോ. ഈ റോസിന് നല്ല അടിപൊളി മണമാണ്. നല്ല ഇങ്ങനെ റോസ് എന്തെന്ന് പറയുക, ഇതിൻ്റെ മണം ഒരു പ്രത്യേക മണമാണ് കേട്ടോ. പനിനീര് റോസല്ലേ അതിൻ്റെ മണമാണ് കേട്ടോ. അപ്പോൾ നല്ല കാണാനും നല്ല ഭംഗിയുണ്ട്. ഈ റോസയും ഞാൻ ഫ്ലവർ വേസായിട്ട്
നമ്മുടെ ഹാളിൽ വെക്കാറുണ്ട് കേട്ടോ, ഫ്ലവർ വേസിൽ വെക്കാറുണ്ട്. പിന്നെ ഇത് അതിന് മുട്ടും നല്ലോണം മുട്ടും ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ കുലകുത്തി വിരിയുന്ന റോസയും ഉണ്ട് കേട്ടോ, വെള്ള കളർ റോസ. അത് മൊട്ട് വന്നിട്ടേ ഉള്ളൂ. പിന്നെ നമ്മുടെ നാടൻ റോസയാണ് ഇതും. ഇതിൻ്റെ മുകളിൽ ഒരുപാട് പൂക്കളുണ്ടായിട്ടാണ്. ഒരുപാട് പൂക്കളെന്ന് പറഞ്ഞാൽ ഒരുപാട് പൂക്കളുണ്ടായി. ഇതും നല്ല ഇതിൻ്റെ ഇതൾ നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ ഈ റോസയുടെ. അതുപോലെ തന്നെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട്, നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് കുറച്ചൊരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ആ വെള്ളം കൊണ്ട് നമുക്ക് കുളിക്കാം കേട്ടോ. നല്ലൊരു സംഭവമാണ്. ബാത്ത് ടബിലൊക്കെ ഇട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റോസയാണ് കേട്ടോ അത്. പിന്നെ ഇതാ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ റോസാവിശേഷം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നല്ല കറക്റ്റായിട്ട് ചെയ്തു കൊടുക്കുക. ഇതേപോലെ തന്നെ നന്നായി പൂക്കളുണ്ടാവും, ഉറപ്പാണ്. ഞാൻ നിങ്ങൾക്ക് തെളിവ് സഹിതം കാണിച്ചു തന്നാണ് കേട്ടോ. അപ്പോൾ ഇനി ആരും റോസയുടെ മുകളിൽ പൂവ് ഉണ്ടാവുന്നില്ല എന്നുള്ള പരാതി വരണ്ട. ഒരു കാശും ചിലവാക്കാതെ തന്നെ നമുക്ക് നിറച്ചും പൂക്കളുണ്ടാക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സി യു.